ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പാഠപുസ്തകമായ ബേസിക് സയൻസിൽ 7ാമത്തെ ചാപ്റ്ററാണ് ഇന്ദ്രിയജാലം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ ഓരോ ജീവിയെയും കാണിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, നായക്കുട്ടി എന്താ പറയുന്നത്? ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു. ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു. പരുന്ത് എന്താണ് പറയുന്നത്? വളരെ ദൂരെയുള്ള ഇരയെപ്പോലും എനിക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബട്ടർഫ്ലൈ എന്താ പറയുന്നത്? എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും. കരടി എന്താ പറയുന്നത്? എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും. മുതല എന്താ പറയുന്നത്? എൻ്റെ ശരീരം പാറ പോലെയാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും. ഓക്കെ, ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതിന് ഈ ജീവികൾക്കുള്ള പ്രത്യേക കഴിവുകൾ എന്തൊക്കെയാണ്? നായക്കുട്ടിക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നു, പരുന്തിന് കാണാൻ കഴിയുന്നു, ചിത്രശലഭത്തിന് എന്താ കഴിയുന്നത്? രുചി അറിയാൻ കഴിയുന്നു, കരടിക്ക് ഗന്ധം തിരിച്ചറിയാൻ കഴിയുന്നു, അതുപോലെ തന്നെ മുതലയ്ക്ക് എന്താണ്? അതിനെ സ്പർശിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. നോക്കിക്കേ, ഇവിടെ ജീവിയെയും അവയവവും പ്രത്യേക കഴിവും കാണിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടു പരുന്തിന് എന്താണ്? ദൂരെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ്? കാണാൻ എന്ത് വേണം? കണ്ണ് വേണം. പൂമ്പാറ്റയ്ക്ക് എന്താ പറഞ്ഞത്? പൂമ്പാറ്റയ്ക്ക് കാലുകൊണ്ട് തേൻ കുടിക്കാൻ കഴിയുമെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അവയവം ഏതാണ്? കാലാണ്. എന്താണ്? കഴിവ്, രുചി അറിയാനായിട്ട് കഴിയുന്നുണ്ട്. മുതലയ്ക്കോ? മുതലയുടെ പാറ പോലെയുള്ള ശരീരം കൊണ്ട് എന്താണ്? ശരീരത്തിൽ തൊട്ടാൽ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞത് അല്ലേ? സ്പർശനം ഉണ്ട് മുതലയ്ക്ക്. നായക്ക് എങ്ങനെയാണ്? വളരെ ചെറിയ സൗണ്ട് പോലും കേൾക്കാൻ ആർക്ക് കഴിയുന്നുണ്ട്? നായയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? ചെവിയും കൊണ്ടാണ് അല്ലേ? കരടിക്ക് എങ്ങനെയാണ്? കരടിക്ക് ഗന്ധം തിരിച്ചറിയാൻ കഴിവുണ്ടെന്നാ പറയുന്നത് അല്ലേ? ഗന്ധം തിരിച്ചറിയാൻ കഴിവുണ്ട്. ഗന്ധം തിരിച്ചറിയുന്നത് എന്തിലൂടെയാണ്? മൂക്കിലൂടെയാണ് അല്ലേ? ഇവിടെ നോക്കിക്കേ, കാഴ്ച, സ്പർശനം, കേൾവി, ഗന്ധം, രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ഈ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു. കാഴ്ചയ്ക്ക് കണ്ണ്, സ്പർശനത്തിന് എന്താണ്? ത്വക്കാണല്ലേ? കേൾവിക്കോ? കേൾവിക്ക് ചെവിയാണ്. ഗന്ധത്തിന് മൂക്കാണ്. രുചിക്കോ? നാക്കാണ് അല്ലേ? ഓക്കെ, പൂമ്പാറ്റ കാലുകൊണ്ടാണ് രുചി അറിയുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ രുചി അറിയുന്നത് എന്തുകൊണ്ടാണ്? നാക്കും കൊണ്ടാണ് അല്ലേ? ഓക്കെ, ഇവിടെ നോക്കിക്കേ, ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ മറ്റുള്ള ജീവികളുടേത് മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ നമ്മെ സഹായിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ് കാഴ്ചയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ത്വക്ക് സ്പർശനത്തിന് വേണ്ടിയിട്ട്, ചെവി കേൾവിക്ക് വേണ്ടിയിട്ട്, നാവാണ് നമ്മൾ രുചിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, മൂക്ക് ഗന്ധത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ? നോക്കിക്കേ, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധതരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. എന്താ പറയുന്നേ? ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധതരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഏതൊക്കെയാണ്? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണം? കണ്ണ് വേണം. കേൾക്കണമെങ്കിൽ ചെവി വേണം. എന്താണ് പിന്നെ? ഗന്ധം തിരിച്ചറിയണമെങ്കിൽ മൂക്ക് വേണം. രുചി അറിയണമെങ്കിൽ നാക്ക് വേണം. സ്പർശനശേഷി അറിയണമെങ്കിൽ എന്ത് വേണം? ത്വക്ക് വേണം. നോക്കിക്കേ, സ്ഥാനം മാറുമ്പോൾ നമ്മുടെ കണ്ണുകൾ പോലെ തന്നെയാണോ മറ്റു ജീവികളുടെയും കണ്ണുകൾ? ചിത്രത്തിലെ ജീവികളുടെ കണ്ണുകളുടെ സ്ഥാനം ശ്രദ്ധിച്ചേ. ഇവിടെ കടുവയുടെ കണ്ണിന്റെ സ്ഥാനം പോലെയാണോ കോഴിയുടെ കണ്ണിന്റെ സ്ഥാനം? ആടിന്റെയോ? അപ്പോൾ കണ്ണിന്റെ ഈ സവിശേഷത എങ്ങനെയാണ് ജീവികൾക്ക് സഹായകമാകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ജീവികളെ അവയുടെ കണ്ണിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടങ്ങളാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ളവ ഏതൊക്കെയാണ്? കടുവയുണ്ട്, സിംഹമുണ്ട്, പിന്നെന്താണ്? കുരങ്ങുണ്ട്. അങ്ങനെയുള്ള ജീവികളുടെയൊക്കെ എന്താണ്? നമ്മൾ മനുഷ്യരുടെയും എങ്ങനെയാണ്? തലയുടെ മുൻവശത്താണ് കണ്ണുകൾ.
അതുപോലെ തന്നെ തലയുടെ വശങ്ങളിൽ കണ്ണുള്ളവ ഏതൊക്കെയാണ്? മുയലുണ്ട്, മാനുണ്ട്, പിന്നെന്താണ്, കോഴിയുണ്ട്, മയിലുണ്ട്, അങ്ങനെയൊക്കെ ഓരോ ജീവികൾക്ക് എങ്ങനെയാണ് വശങ്ങളിലാണ് കണ്ണുകളുള്ളവ. എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണ് അതിൻ്റെ സവിശേഷത നോക്കിക്കേ. തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിന്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. എന്താ പറയുന്നേ? തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിന്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. നമുക്ക് നമ്മളുടെ ഒരു കണ്ണ് അടച്ചു പിടിച്ചും നമുക്കിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഒരു വ്യത്യാസം മനസ്സിലാവും. അതാണ് രണ്ട് കണ്ണും നമുക്ക് ഒരേ സ്ഥാനത്ത് തന്നെയാണെങ്കിൽ എങ്ങനെയാ പറയുന്നത്? വസ്തുവിന്റെ സ്ഥാനവും അകലവും നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ. കടുവ, സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇരപിടിക്കാൻ സഹായിക്കുന്നു. അടുത്ത നോക്കിക്കേ. തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് രണ്ടു വശങ്ങളുള്ള കാഴ്ച സാധ്യമാകുന്നു. മാൻ, മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു. ഓക്കെ. അപ്പോൾ കണ്ണിന്റെ അറേഞ്ച്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. ഓക്കെ. ഇവിടെ നോക്കിക്കേ. പൂച്ച എന്താ പറയുന്നത് നോക്കാം. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരെ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പൂച്ചയെ വളർത്തുന്നവർക്ക് അറിയാം. ഇപ്പോൾ പൂച്ച വന്ന് നമ്മളുടെ ഇരുട്ടുള്ള റൂമിൽ നിന്നാലും അതിൻ്റെ കൃഷ്ണമണി എങ്ങനെയാണ് വികസിച്ച് കാണും. വെട്ടമുണ്ടെങ്കിൽ എങ്ങനെയാണ് ചുരുങ്ങിയാണ് കാണപ്പെടുന്നത്. ഓക്കെ. അടുത്ത നോക്കിക്കേ. മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത്. മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത്. കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും. ഓക്കെ. മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു. എന്താ പറയുന്നത്? മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ. നോക്കിക്കേ. നേത്രരോഗങ്ങൾ നമ്മൾ നോക്കുന്നത് കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ചാണ്. എന്താണ് ചെങ്കണ്ണ്? കണ്ണിന് വരുന്ന ഒരു അസുഖമാണ് ചെങ്കണ്ണ് അല്ലേ? എന്താ ഇവിടെ പറയുന്നത് നോക്കിക്കേ. സംസ്ഥാനത്ത് ചെങ്കണ്ണ് ബാധിച്ച് ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട്. കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വേഗത്തിൽ പകരുന്നത്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മെഡിക്കൽ ഓഫീസർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. നമുക്കറിയാം സ്കൂളിലെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് സ്പ്രെഡ് ആകും അല്ലേ? എല്ലാവർക്കും ഇത് വരും. അപ്പോൾ ചെങ്കണ്ണ് വരുന്ന കുട്ടി വീട്ടിലിരുന്ന് അത് ഭേദപ്പെട്ട ശേഷമാണ് സ്കൂളിലേക്ക് വരിക. ശരിയല്ലേ? എന്താന്ന് വെച്ചാൽ ആ രോഗാണു ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യും. ആള് ഉപയോഗിക്കുന്ന തുവാല, പെൻസില്, കുട്ടികളല്ലേ, അപ്പോൾ അതൊക്കെ അവരെടുക്കും. അതുകൊണ്ടാണ് സ്കൂളുകളിൽ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത്. നോക്കിക്കേ. ചെങ്കണ്ണിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? കണ്ണില് വേദന അനുഭവപ്പെടുന്നു. ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് ചെങ്കണ്ണ് വരുമ്പോൾ. കണ്ണിന് നല്ലൊരു വീക്കോ നീരോ ഒക്കെ കാണും. പിന്നെന്താണ്? കണ്ണിന് നല്ല റെഡ് കളറായിരിക്കും അല്ലെ? നല്ല ചുമന്നായിരിക്കും കണ്ണ് ഇരിക്കുന്നത്. കണ്ണിനെ ബാധിക്കുന്ന മറ്റെന്തെല്ലാം അസുഖങ്ങളാണ് ഉള്ളത്? നമുക്കറിയാം. ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടിയൊക്കെ കണ്ണിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. നോക്കിക്കേ. കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് ഹ്രസ്വദൃഷ്ടി. അടുത്തുള്ള വസ്തുക്കൾ കാണുകയും ദൂരെയുള്ള വസ്തുക്കൾ ശരിയായി കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. എന്താ പറയുന്നത്? അടുത്തുള്ള വസ്തുക്കൾ കാണാൻ. ഹ്രസ്വം എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തല്ലേ? അടുത്തുള്ള വസ്തുക്കൾ കാണുകയും ദൂരെയുള്ള വസ്തുക്കളെ ശരിയായി കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി. ദീർഘദൃഷ്ടി എന്താണ്? ദൂരെയുള്ള വസ്തുക്കൾ കൃത്യമായി കാണുകയും. ദീർഘം എന്ന് പറഞ്ഞാൽ ദൂരെയല്ലേ? ദീർഘദൃഷ്ടി. ദൂരെയുള്ള വസ്തുക്കളെ കൃത്യമായി കാണുകയും അടുത്തുള്ള വസ്തുക്കൾ ശരിയായി കാണാതിരിക്കുകയും ചെയ്യുന്നതാണ് ദീർഘദൃഷ്ടി. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേകതരം കണ്ണടകൾ ഉപയോഗിക്കുന്നു. ഓക്കെ. ഇതിന് കണ്ണാടിയുണ്ട്. അതിനനുസരിച്ച് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. നോക്കിക്കേ. ഇവിടെ ഒരു ചാർട്ട് കാണിച്ചിട്ടുണ്ട്. ഏത് ചാർട്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. എന്തിനാ സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത്?
കാഴ്ച പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കുന്നത്. നോക്കിക്കേ എന്താ പറയുന്നതെന്ന്. കാഴ്ച പരിശോധിക്കാൻ സാധാരണമായി ഉപയോഗിച്ചു വരുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത്. മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ ആരാണെന്നും വർഷമൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനാണ്. പേരെന്താണ്? ഹെർമൻ സ്നെല്ലന്. ഓക്കെ, സ്നെല്ലൻ എന്നായതുകൊണ്ട് നമുക്ക് സ്നെല്ലൻ ചാർട്ട് തന്നെ കിട്ടും. ശരി. കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവര് കറൻസി നോട്ടുകൾ എങ്ങനെ തിരിച്ചറിയുമെന്ന് നോക്കുന്നേ. ഒന്ന് നോക്കിക്കേ എന്താ പറയുന്നത്. കറൻസി നോട്ടിന്റെ പ്രത്യേകതകളാ പറയുന്നത്. നോട്ടുകളിലെ വശങ്ങളിലുള്ള ടാക്ടൈൽ വരകളും വലിപ്പ വ്യത്യാസവുമാണ് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ അവ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. 100 രൂപ നോട്ടിൽ രണ്ടു വശത്തും മധ്യഭാഗത്ത് 4 വരകൾ, ആ 4 വരകളിൽ 2 എണ്ണം കഴിഞ്ഞ് ഒരു ചെറിയ വിടവുണ്ട്. 200 രൂപ നോട്ടിലും 4 വരകളുണ്ട്, പക്ഷേ വരകൾക്കിടയിൽ ചെറിയ ഒരു വൃത്തമാണുള്ളത്. 500 രൂപ നോട്ടിൽ 5 വരകളുണ്ട്. പഴയ നോട്ടുകൾ വലിപ്പ വ്യത്യാസം കൊണ്ട് തന്നെ തിരിച്ചറിയാമായിരുന്നു. പുതിയ നോട്ടുകളിൽ വലിപ്പ വ്യത്യാസം വളരെ കുറവാണ്. നമുക്ക് കണ്ണ് കാണുന്നത് കൊണ്ട് നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല അല്ലേ? കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവരാണ് കൂടുതലും എന്താണ് നോട്ടിനെ കുറിച്ചൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ കറൻസി നോട്ടുകളുടെ പ്രത്യേകത ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഒന്നുകൂടെ വായിക്കാം. നോട്ടുകളിലെ വശങ്ങളിലുള്ള ടാക്ടൈൽ വരകളും വലിപ്പ വ്യത്യാസവുമാണ് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ അവ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. 100 രൂപ നോട്ടിൽ രണ്ടു വശത്തും മധ്യഭാഗത്ത് 4 വരകൾ, ആ 4 വരകളിൽ 2 എണ്ണം കഴിഞ്ഞ് ഒരു ചെറിയ വിടവുണ്ട്. 200 രൂപ നോട്ടിലും 4 വരകളുണ്ട്, പക്ഷേ വരകൾക്കിടയിൽ ഒരു ചെറിയ വൃത്തമാണുള്ളത്. 500 രൂപ നോട്ടിൽ 5 വരകളുണ്ട്. പഴയ നോട്ടുകൾ വലിപ്പ വ്യത്യാസം കൊണ്ട് തന്നെ തിരിച്ചറിയാമായിരുന്നു. എന്നാൽ ഇപ്പൊ എന്താണ്? പുതിയ നോട്ടുകളില് വലിപ്പ വ്യത്യാസം കുറവാണ്. ഓക്കെ, നോക്കിക്കേ. ഇവിടെ തീവണ്ടിയിലെ സീറ്റ് നമ്പറും ഫുട്പാത്തിലെ ടൈലും കാണിച്ചിട്ടുണ്ട്. കണ്ടോ? ഫുട്പാത്തിലെ ടൈല് കണ്ടോ? ഇങ്ങനെ അവിടെ പൊങ്ങി നിൽക്കുന്നത് കണ്ടോ? പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടോ ആ ടൈലില്? അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, തീവണ്ടിയിലെ സീറ്റ് നമ്പർ കണ്ടോ? ഇവിടെ കണ്ടോ? ഇങ്ങനെ ബ്രെയിൽ ലിപി പോലെ കാണിച്ചേക്കുന്നത് കണ്ടോ? കാണാമോ? ഓക്കെ, എന്തിനാണ് ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്? ഇതൊക്കെ കാഴ്ച വൈകല്യം ഉള്ളവർക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അവർക്ക് എന്താണ് സീറ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് അത് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്ന ചില സംവിധാനങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഓർബിറ്റ് റീഡർ, ടാക്ടൈൽ വാച്ച്, ടാക്ടൈൽ കീബോർഡ്, ലുക്കൌട്ട് ആപ്പ്, ടോക്ക് ബാക്ക് ആപ്പ്, ജാസ്, ബ്രെയിലറ്റ് ബോക്സ്, ബ്രെയിൽ അക്ഷരങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ടൈലർ ഫ്രെയിം, അബാക്കസ്, ബ്രെയിൽ സ്ലേറ്റുകൾ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെ എന്താണ്? അവരുടെ കാഴ്ച പരിമിതിയെ മറികടക്കാനുള്ള സംവിധാനങ്ങളാണ്. ഓക്കെ, അവർക്ക് കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അവര് എന്താണ് സ്പർശനത്തിലൂടെയും കേൾക്കുന്നതിലൂടെയും ഒക്കെയാണ് അവരുടെ ആ ഒരു പരിമിതി അവര് മറികടക്കുന്നത്. ഓക്കെ, സ്മാർട്ട് കെയിൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? വഴി കണ്ടെത്താൻ, തടസ്സം കണ്ടെത്താൻ, കണക്ടിവിറ്റി, വീഴ്ച കണ്ടെത്തൽ, വ്യക്തിഗത ക്രമീകരണം, ദത്തശേഖരണം. നോക്കിക്കേ, വഴി കണ്ടെത്താൻ, കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നു. തടസ്സം കണ്ടെത്താൻ അൾട്രാസോണിക് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താനാകും. കണക്ടിവിറ്റി, സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റു ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനാകും. വീഴ്ച കണ്ടെത്തൽ, താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുന്നു. വ്യക്തിഗത ക്രമീകരണം, ക്രമീകരിക്കാവുന്ന ഉയരം, വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ, വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ. ദത്തശേഖരണം, യാത്ര ചെയ്ത ദൂരം, നടത്ത വേഗത,
നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവയ്ക്ക് കഴിയും. കണ്ടോ? അപ്പോൾ കാഴ്ചപരിമിതി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് സ്മാർട്ട് കീ. ഇവിടെ നോക്കിക്കേ, സൂക്ഷിച്ചാൽ മതി ദീർഘനാൾ കാണാം. ഇവിടെ 2 ചിത്രം കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം നോക്കിക്കേ, ഒരു കുട്ടി എന്താ ചെയ്യുന്നത്? കണ്ണ് തിരുമുകയാണ് ചെയ്യുന്നത്. അത് തെറ്റിട്ട് കാണിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മൾ കണ്ണിൽ എന്തെങ്കിലും പൊടി വീണാലോ അല്ലെങ്കിൽ ചൊറിച്ചിൽ വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യില്ല? കണ്ണ് തിരുമരുത്. കണ്ണിൽ എന്ത് ചെയ്യണം? ആ വെള്ളം ഒഴിച്ച് കഴുകുക മാത്രമേ ചെയ്യാവൂ. കണ്ണിൽ നമ്മൾ തിരുമുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? കണ്ണിൽ മുറിവുകൾ വരാൻ സാധ്യതയുണ്ട്. രക്തക്കുഴലുകൾക്കൊക്കെ ക്ഷതം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കണ്ണിൽ എന്താണ് തിരുമുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കണ്ണിൽ കാഴ്ചയ്ക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അടുത്ത ചിത്രം നോക്കിക്കേ, ഇരുട്ടത്തിരുന്ന് TV കാണുന്നത് തെറ്റായ കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ TV കാണുമ്പോൾ എന്തോ ചെയ്യണം? വെട്ടമിട്ട് വേണം TV ഒക്കെ കാണാൻ. മങ്ങിയ വെളിച്ചത്തിൽ TV കാണരുത്. ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം നോക്കിക്കേ, കണ്ണുകൾ തിരുമാതിരിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക, ദീർഘസമയം മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക, മറ്റുള്ളവർ ഉപയോഗിച്ച തുവാലകൾ ഉപയോഗിക്കാതിരിക്കുക, ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക, കണ്ണിന്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ എന്തോ ചെയ്യണം? കാഴ്ച പരിശോധിക്കണം, ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കണം. ഓക്കെ, അടുത്തത് കേട്ടറിഞ്ഞ്. നേരിട്ടും ഫോൺ വഴിയും ആരോഗ്യ വിദഗ്ധരുടെ സേവനം എല്ലായിടത്തും ലഭ്യമാകുന്ന ഇക്കാലത്ത് ശാസ്ത്രീയ അടിത്തറയില്ലാത്ത ചികിത്സാരീതികൾ പിന്തുടരുത്. ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെവിയിൽ മരുന്നുകൾ ഉപയോഗിക്കാവൂ. സ്വയം ചികിത്സ അപകടമാണ്. കേൾവിശക്തി നഷ്ടപ്പെടാൻ പോലും ഇത് കാരണമാകും. ചെവിക്കുള്ളിൽ വെള്ളം കയറുന്നത് ചെവിയിൽ അണുബാധയുണ്ടാക്കുമെന്നറിയാമോ? ഇത് ചെവി വേദനയ്ക്കും ചിലപ്പോൾ കേൾവിക്കുറവിനും കാരണമായേക്കാം. അപ്പോൾ ഇത് വായിക്കുമ്പോഴാണ് നമുക്കൊക്കെ ഓർമ്മ വരുന്നത് എന്താണ്? പണ്ട് ചെവിയിൽ എന്തെങ്കിലും പോയാൽ വീട്ടിലുള്ളവരെന്തോ ചെയ്യും? ചെവിയിൽ എണ്ണ ഒഴിക്കാറുണ്ടല്ലേ? പാഠഭാഗത്ത് അത് പറയുന്നുമുണ്ട്. അപ്പോൾ അത് തെറ്റായ കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ എല്ലാവരും എന്താണ്, കുളിച്ചു കഴിഞ്ഞിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരെന്താണ് ചെവിയിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് വിടാറുണ്ട്. അങ്ങനെയും ചെയ്യരുത്. അങ്ങനെ ചെയ്തത് എന്താണ്? ചെവിയിൽ അണുബാധയുണ്ടാക്കാൻ കാരണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നോക്കിക്കേ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ചെവിക്കുണ്ടാകുന്നത്? ചെവിയെ സംരക്ഷിക്കാൻ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ശ്രദ്ധിക്കുക. പെൻസിൽ, തീപ്പെട്ടി, കൊള്ളി തുടങ്ങിയ ഒരു വസ്തുവും ചെവിയിലിടരുത്. ചെവിക്ക് മുകളിൽ അടിക്കരുത്. അശുദ്ധമായ വെള്ളത്തിൽ നീന്തി കുളിക്കരുത്. ചെവിയിൽ ഉപ്പുവെള്ളം, എണ്ണ തുടങ്ങിയ ഒരു ദ്രാവകവും ഒഴിക്കരുത്. അതുപോലെ തന്നെ എന്താണ്, ചെവിയിൽ മറ്റൊരാളെ കൊണ്ട് ഊതിക്കരുത്. ഉറക്കെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് ചെവിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അപ്പോൾ എന്താണ്, ചെവിയെ നമ്മൾ സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. നോക്കിക്കേ, ശ്രവണ സഹായികൾ എന്തിനാ ഉപയോഗിക്കുന്നത്? എല്ലാവർക്കും എന്താണ് ചെവി കേൾക്കണമെന്നില്ല അല്ലേ? ചെവി കേൾക്കാത്തവരുണ്ട്, ജന്മനാ ചെവി കേൾക്കാത്തവരുണ്ട്, എന്തെങ്കിലും കാരണത്താൽ ചെവിയുടെ കേൾവി നഷ്ടപ്പെടുന്നവരുണ്ട്, പ്രായമായവർക്ക് കേൾവിക്കുറവ് വരാറൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് എന്ത്? ശ്രവണ സഹായികൾ. നോക്കിക്കേ, പല കാരണങ്ങളാലും കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. ശബ്ദത്തിന്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധതരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ്. ഓക്കെ, നോക്കിക്കേ, കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. അപ്പോൾ ജന്മനാൽ ചെവി കേൾക്കത്തില്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു ശസ്ത്രക്രിയ ചെയ്യാം, കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണിത്. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. അടുത്ത് നോക്കിയേ, ഈ ചിത്രത്തിൽ എന്താ പറയുന്നത്? ഒരു കുട്ടി പറയുന്നു, ഹായ് നല്ല മണം. അപ്പോൾ അടുത്തിരിക്കുന്ന കുട്ടി എന്താ പറയുന്നത്? ഒരു തുവാലയൊക്കെ പിടിച്ച് മൂക്കൊക്കെ ചുമന്നിരിപ്പുണ്ട്. എന്താ പറയുന്നത്? ജലദോഷമുള്ളത് കൊണ്ട് എനിക്ക് മണം കിട്ടുന്നില്ല. നോക്കിക്കേ, എന്തായിരിക്കും ജലദോഷം വരുമ്പോൾ മണം അറിയാതിരിക്കാനുള്ള കാരണം? നോക്കാം. മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ?
ഉണ്ടല്ലേ, നമുക്ക് മൂക്കിൽ ചെറുതായിട്ട് ഈർപ്പം അനുഭവപ്പെടാറുണ്ട് നോർമലായിട്ടിരിക്കുന്ന സമയത്ത്. ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് എന്തനുഭവപ്പെടുന്നത്? ഈർപ്പം ഉണ്ടാവുന്നത്. മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിന്റെ ധർമ്മം. അപ്പോൾ നമ്മുടെ മൂക്കിലൂടെ എന്ത് ചെല്ലുന്നുണ്ട്? പൊടിപടലങ്ങളൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഈ പൊടിപടലങ്ങളൊക്കെ എന്താണ്? നീക്കം ചെയ്യാനാണ് ഈ സ്രവം ഉണ്ടാവുന്നത്. വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്ത് ചെയ്യുന്നു? വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ അവസ്ഥയാണ് എന്ത്? ജലദോഷം. ഓക്കെ, കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാകും. അതുകൊണ്ടാണ് മണമറിയാത്തത്. കൂടുതൽ സ്രവം ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താത്തത് കൊണ്ടാണ് മണമറിയാത്തത്. നമ്മൾ മണം അറിയാൻ വേണ്ടി മാത്രമാണോ മൂക്കിനെ ഉപയോഗപ്പെടുത്തുന്നത്? ആണോ? അല്ല, നമുക്ക് ശ്വസിക്കാൻ എന്ത് വേണം? മൂക്ക് വേണം അല്ലേ? അപ്പോൾ മൂക്കിന്റെ സംരക്ഷണവും നമ്മൾ ഉറപ്പാക്കണം അല്ലേ? മൂക്കിന്റെ സംരക്ഷണത്തിനായി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കിക്കേ. മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത്. മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത്. ശക്തിയായി മൂക്ക് ചീറ്റരുത്. പനിയൊക്കെ വരുന്ന സമയത്തായാലും അല്ലെങ്കിൽ മൂക്കിൽ എന്തെങ്കിലും പ്രാണി കയറിയാലൊക്കെ നമ്മൾ എന്താ ചെയ്യും? മൂക്ക് ആഞ്ഞു ചീറ്റാറുണ്ട്. അങ്ങനെ ചീറ്റരുത്. അശുദ്ധജലത്തിൽ മുങ്ങി കുളിക്കരുത്. ഇനി ശ്രദ്ധിച്ചേ, തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും മൂക്കിൽ നിന്നും വായിൽ നിന്നും സ്രവകണികകൾ മറ്റുള്ളവരുടെ ശരീരത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിവാക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്തൊരു കാര്യമാണ് അല്ലേ മാസ്ക് ഉപയോഗിച്ചത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കഴിവതും മാസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്, ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഓക്കെ, ഇനി നോക്കിക്കേ, വൃത്തിയുള്ള തുവാല കൊണ്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കുക. ഒരാൾ ഉപയോഗിച്ച തുവാല മറ്റുള്ളവർ ഉപയോഗിക്കരുത്. ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ നമുക്ക് എന്താണ്? അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഹായ്, എന്ത് രുചി. ഇവിടെ എന്താണ്? ഒരു സദ്യയുടെ ചിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണ്? ഈ ആഹാരങ്ങൾക്കെല്ലാം എന്താണ്? ഒരേ രുചിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴാണോ അല്ലാത്തപ്പോഴാണോ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശരിയായ രുചി അറിയാൻ കഴിയുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിലലിഞ്ഞ് നാവിലുള്ള സ്വാദുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. എങ്ങനെ രുചി അറിയുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിലലിഞ്ഞ് നാവിലുള്ള സ്വാദുമുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. ഓക്കെ, നോക്കിക്കേ, നാരങ്ങാച്ചാറിന് എങ്ങനെയുള്ള രുചിയാണ്? പുളിയാണ്. മാമ്പഴത്തിന് മധുരമാണ്. പാവയ്ക്കാത്തോരനോ കയ്പാണ്. ഓക്കെ, രുചി അറിയാൻ മാത്രമാണോ നാവ് സഹായിക്കുന്നത്? മറ്റെന്തെല്ലാം ധർമ്മങ്ങൾ നാവിനുണ്ട്? സംസാരിക്കാനുണ്ട്. ഭക്ഷണങ്ങൾ ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നാവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. നാവിന്റെ ആരോഗ്യത്തിനായി നാം എന്തെല്ലാം ശ്രദ്ധിക്കണം? ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത്. ചൂടോ തണുപ്പോ. ചിലരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഫ്രിഡ്ജിൽ നിന്ന് അതേപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ നാക്ക് വഴങ്ങത്തില്ല അല്ലേ? അതുപോലെ തന്നെ ചൂട് വസ്തുക്കൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? നാക്കിന് പൊള്ളലൊക്കെ വീഴും. ചൂടോ തണുപ്പോ അധികമുള്ള വസ്തുക്കൾ കഴിക്കരുത്. ശക്തിയായി നാവ് വടിക്കരുത്. ശക്തിയായിട്ട് നാവ് വടിക്കുമ്പോൾ എന്തോ ചെയ്യും? നമ്മുടെ പാപ്പില്ലകൾക്കൊക്കെ പ്രശ്നങ്ങൾ വരും. ഓക്കെ, നമ്മുടെ സ്വാദുമുകുളങ്ങളൊക്കെ നഷ്ടപ്പെടും. നോക്കിക്കേ, പ്രാഥമിക രുചികൾ ഏതൊക്കെയാണെന്ന്. പ്രാഥമിക രുചികൾ 6 ഉണ്ട്. ഏതൊക്കെയാണ്? മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒലിയോഗസ്റ്റസ് എന്നിവയാണ് 6 മൗലിക രുചികൾ. ഇത് പഠിച്ചു വെക്കണേ. മധുരം, കയ്പ്, പുളി, ഉപ്പ്, ഉമാമി, ഒലിയോഗസ്റ്റസ്. ആദ്യ 4 അവയുടെ പേരിൽ തന്നെ സുപരിചിതമാണ്. എന്നാൽ 5ാമത്തേതായ ഉമാമി ഇതിന് മാംസത്തിന്റെ സ്വാദാണ്. സന്തോഷകരമായ സ്വാദുള്ള എന്നർത്ഥം വരുന്ന ജാപ്പനീസ് പദമാണ് ഉമാമി. 6ാമത്തെ രുചിയായ ഒലിയോഗസ്റ്റസ് എന്ന വാക്കിന്റെ അർത്ഥം കൊഴുപ്പിന്റെ രുചി എന്നാണ്. പ്രാഥമിക വർണ്ണങ്ങൾ വ്യത്യസ്ത അനുപാതത്തിൽ കൂടിച്ചേർന്ന് പലതരം വർണ്ണങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ മൗലിക രുചികൾ വ്യത്യസ്ത അനുപാതത്തിൽ കൂടിച്ചേർന്ന് ആയിരക്കണക്കിന് രുചികൾ ഉണ്ടാകുന്നു. എരിവ് അത്തരത്തിലൊരു രുചിയാണ്. ഓക്കെ, സ്പർശനത്തിലൂടെ എന്തെല്ലാം തിരിച്ചറിയാം? ഏത് അവയവമാണ് ഇതിന് സഹായിക്കുന്നത്? ഏത് അവയവമാണ്?
നോക്കിക്കേ, സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ, അത് എക്സാമിനൊക്കെ ചോദിക്കുന്നതല്ലേ, ശരീരത്തിന്റെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കളെ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു. ശരീരത്തിന് ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിലും ത്വക്കിന് പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് എന്ത്? ത്വക്ക്. നമ്മുടെ ശരീരത്തിൽ പൊള്ളലൊക്കെ ഏറ്റു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് രോഗാണുക്കളൊക്കെ വേഗം പിടിച്ചു കയറും അല്ലേ. നമ്മളുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ത്? ത്വക്ക്. ഓക്കെ, നമ്മൾ ത്വക്കിനെ സംരക്ഷിക്കണം. ത്വക്കിന്റെ സംരക്ഷണത്തിനായി നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ത്വക്കിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയൊരു ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. ചെറിയ ചെറിയ പോയിന്റുകളേ ഉള്ളൂ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.